നമസ്കാരം. 1923 ഒക്ടോബർ 20-നാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ അക്കമ്മ ദമ്പതികളുടെ മകനായി VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടമായി. പറവൂർ, കളർക്കോട്, പുന്നപ്ര സ്കൂളുകളിൽ 7-ാം ക്ലാസ് വരെയായിരുന്നു വിദ്യാഭ്യാസം. 12-ാം വയസ്സിൽ സഹോദരനൊപ്പം തയ്യൽ കടയിൽ സഹായിയായി. തുടർന്ന് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ അദ്ദേഹം കയർ തൊഴിലാളിയായി. 1939 നിവർത്തന പ്രക്ഷോഭത്തിൽ ആകൃഷ്ടനായി സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ 1940 17-ാം വയസ്സിലാണ് അദ്ദേഹം നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടുന്നത്. 1946 ഒക്ടോബർ 28-ന് പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലായി. തുടർന്ന് പൂഞ്ഞാർ ലോക്കപ്പിൽ കൊടിയ മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ലോക്കപ്പിൽ മരണപ്പെട്ടെന്നു കരുതി പോലീസ് അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഒരു മോഷ്ടാവിനെ ആയിരുന്നു. ആ ഉദ്യമം ഏറ്റെടുത്ത് മൃതദേഹവുമായി കാട്ടിലേക്ക് കൊണ്ടുപോകവേ VSന്റെ ശരീരത്തിൽ ജീവന്റെ മിടിപ്പ് തിരിച്ചറിഞ്ഞ മോഷ്ടാവ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ കള്ളന്റെ കാരുണ്യത്തിൽ വീണ്ടും അദ്ദേഹം ജീവിതത്തിലേക്ക്. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് 3 വർഷത്തോളമാണ് അദ്ദേഹം തടവിന് ശിക്ഷിക്കപ്പെട്ടത്. 1952 പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1956 മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗത്വം നേടി. 1958 പാർട്ടിയുടെ കേന്ദ്ര സമിതി അംഗമായി. 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ 1 വർഷത്തോളം അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. 1964 പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 അംഗങ്ങളിൽ ഒരാളാവുകയായിരുന്നു VS അച്യുതാനന്ദൻ. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ആദ്യമായി സ്ഥാനാർത്ഥിത്വം. പക്ഷേ കന്നി അംഗത്തിൽ കോൺഗ്രസിലേക്ക് കൃഷ്ണക്കുറുപ്പിനോട് പരാജയപ്പെട്ടു. 1967 തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി A അച്യുതനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആദ്യമായി കേരള നിയമസഭയിലെത്തി. 1967 ജൂലൈ 16-ന് K വസുമതിയെ അദ്ദേഹം ജീവിത സഖിയാക്കി. 1970 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. RSPയുടെ കുമാരപിള്ളയെയാണ് അത്തവണ പരാജയപ്പെടുത്തിയത്. 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസക്കാലം അദ്ദേഹം ജയിലിനകത്തായിരുന്നു. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. RSPയുടെ കുമാരപിള്ളയോടായിരുന്നു പരാജയം ഏറ്റുവാങ്ങിയത്. 1980 മുതൽ 1992 വരെ 12 വർഷക്കാലമാണ് തുടർച്ചയായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ VS അച്യുതാനന്ദൻ അവരോധിക്കപ്പെട്ടത്. 1985 CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്വമായി. 1991 മാരാരിക്കുളത്ത് മത്സരിച്ചു. കോൺഗ്രസിലെ D സുഗതനെ 9000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് VSന്റെ ശക്തമായ തിരിച്ചുവരവാണ് പാർലമെന്ററി രംഗത്ത് കണ്ടത്. 1996 തിരഞ്ഞെടുപ്പിൽ അതേ മാരാരിക്കുളത്ത് പക്ഷേ പരാജയം രുചിച്ചറിഞ്ഞു. 2001 മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച VS പ്രതിപക്ഷ നേതാവായി. 2006 മലമ്പുഴയിൽ നിന്നും 20,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ VS കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 2011 2016 മലമ്പുഴയിലെ ജനങ്ങൾ VSനെ വീണ്ടും നിയമസഭയിലെത്തിച്ചു. 2011 മുതൽ 2016 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 2016 VS മുന്നിൽ നിന്നും നയിച്ചാണ് LDF അധികാരത്തിൽ തിരിച്ചെത്തിയത് എന്നത് ചരിത്രം. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായിരിക്കെ ഔദ്യോഗിക ജീവിതത്തിനും രാഷ്ട്രീയ സഭയ്ക്കും അദ്ദേഹം വിരാമമിട്ടു.
ഒടുവിൽ 2025 ജൂലൈ 21 ആ വിപ്ലവത്തിന്റെ സൂര്യൻ കാലയവനികയുടെ മറവിലേക്ക് മാഞ്ഞു. സ്വന്തം നിലപാടുകൾ രൂപപ്പെടുത്തിയ വഴിയിലൂടെയാണ് VS അച്യുതാനന്ദൻ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രയാണം നടത്തിയത്. പാർട്ടിക്കുള്ളിൽ VS നടത്തിയ ആശയ സമരങ്ങളുടെ പോരാട്ടം ചരിത്രമാണ്. പാർട്ടി ജനങ്ങളിൽ നിന്നും അകലുന്നുവെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് വെറും വാക്കുകളായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന കാലത്ത് VS നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തെ ജനകീയ നേതാവാക്കുകയായിരുന്നു. പാമോലിൻ, ലാവലിൻ, ഐസ്ക്രീം പാർലർ തുടങ്ങിയ വിവാദ കേസുകളിലെല്ലാം ഒറ്റയാൾ പോരാട്ടമാണ് ആ വിപ്ലവകാരി നടത്തിയത്. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരങ്ങളിലെല്ലാം ജനഹിതം മനസ്സിലാക്കി ജനപക്ഷത്ത് ഉറച്ചു നിന്ന അദ്ദേഹം അങ്ങനെ ജനഹൃദയത്തിൽ കുടിയിരുത്തപ്പെട്ടു. നിയമസഭയിൽ ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും VS സംസാരിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. VS വിട പറയുമ്പോൾ പകരം നെഞ്ചോട് ചേർത്ത് വെക്കാൻ മറ്റൊരു നേതാവ് ആര് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.